നേരത്തെ 2x2 മെട്രിക്സിന്റെ സൈൻ ഡെഫിനിറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സപ്പോസ് ഒരു 3x3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. 3 വേരിയബിൾ, അതായത് നമുക്കുള്ളത് എന്തുണ്ട്, x1 x2 x3 എന്ന് പറയുന്ന 3 വേരിയബിൾ ഉണ്ട്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 3 വേരിയബിളിന്റെ അല്ലെ 3 വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു 3x3 മെട്രിക്സ് ആയിരിക്കും. ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ 9 എലമെന്റ്സ് ഉണ്ടാവും. A11 A12 A13 A21 A22 A23 A31 A32 A33 ഇതുപോലെയുള്ള ഒരു 3x3 സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിലെ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിറ്റർമിന്റ് D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിറ്റർമിന്റ് A11 എന്ന് വരും. അതുപോലെ ഡിറ്റർമിന്റ് D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിറ്റർമിന്റ് A11 A12 A21 A22 എന്ന് വരും. അതുപോലെ ഡിറ്റർമിന്റ് D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ കംപ്ലീറ്റ് ഡിറ്റർമിന്റ് A11 A12 A13 A21 A22 A23 A31 A32 A33 ഇതിന്റെ കംപ്ലീറ്റ് ഡിറ്റർമിന്റ്. ഇത് തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ D എന്ന് പറയാം. അപ്പൊ ഈ 3 വാല്യൂവിനെ D1നെയും D2നെയും D3നെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാം, ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ പറയാം, D1 greater than 0, D2 greater than 0, D3 greater than 0. എല്ലാ മൈനേഴ്സും എന്താണ്, പ്രിൻസിപ്പൽ മൈനേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. ഇനി എപ്പോഴാണ് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയാം, D1 greater than 0 ആണോ, D2 greater than 0 ആണോ, D3 less than 0 ആണോ. അപ്പോൾ 2x2 കേസിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ D1 ആൻഡ് D2 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്, നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. ഫസ്റ്റത്തത് നെഗറ്റീവ്, രണ്ടാമത്തത് പോസിറ്റീവ്, മൂന്നാമത്തത് നെഗറ്റീവ്. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വരുന്ന രീതിയിൽ സൈൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ കണ്ടു നോക്കാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം ആണ്. കാരണം എന്താ, ഇതിലെ ഏത് ടേം എടുത്തു കഴിഞ്ഞാലും അതിന്റെയൊക്കെ ഡിഗ്രി 2 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് എഴുതണം. അപ്പൊ ഇതിൽ എത്ര വേരിയബിൾ ഉണ്ട്, x1 x2 x3, 3 വേരിയബിളുകൾ ഉണ്ട് അല്ലെ. ഒരു വേരിയബിൾ x1 x2 x3, അതുപോലെ x1 x2 x3. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഡയഗണൽ നോക്കുക. ഡയഗണൽ എന്താ വരുന്നത്, എങ്ങനെയാ ഡയഗണൽ നോക്കുക, x1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 9 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 9 വരും. x2 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 7 ആണ്. x3 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇനി x1 x2 വരുന്നത് ഏതാ, x1 x2 അല്ലെ, x1 x2 വരുന്നത്, അതുപോലെ x1 x2 ഇവിടെയും വരുന്നുണ്ട്. അതിന്റെ കോഎഫിഷ്യന്റ് എത്ര, x1 x2ന്റെ കോഎഫിഷ്യന്റ് -2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെയും -1 വരും, ഇവിടെയും -1 വരും. പിന്നെ അടുത്ത ഏതാ, x1 x3 എന്ന് പറയുന്നത്, x1 x3 ഇവിടെ വരുന്നുണ്ട്, x1 x3 ആണ്. അതുപോലെ ഇവിടെയും വരുന്നുണ്ട് x1 x3. അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, 4 ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്ര, 2 ആണ്. അപ്പൊ ഇവിടെയും 2 വരും, ഇവിടെയും 2 വരും. ഇനി അടുത്തത് ഏതാണ് വരുന്നത്, x2 x3 ആണ്. x2 x3 ഇവിടെ വരുന്നുണ്ട്, അതുപോലെ x2 x3 ഇവിടെയും വരുന്നുണ്ട്. അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, -6 ആണ്. സോ -6 ബൈ 2 ഈക്വൽ ടു -3. അപ്പൊ ഇവിടെ -3 വരും, ഇവിടെയും -3 വരും. ഇതാണ് എന്ത്, ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ്. ഇനി ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ മൈനേഴ്സ് കാണണം. അപ്പൊ നമ്മുടെ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചത് ഏതായിരുന്നു, മെട്രിക്സ് ഏതൊക്കെയാണ് എലമെന്റ് വന്നത്, 9 -1 2, 9 -1 2, -1 7 -3 2 -3 3. ഇനി ഇതിന്റെ D1 എന്താണ് വരിക, D1 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 9 എന്ന് വരും. ഇനി D2 എന്താണ് വരിക, D2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 9 -1 -1 7.
എന്ത് വരും 9 into 7 മൈനസ് -1 into -1 എന്ന് വരും. ദാറ്റ് ഈസ് 9 into 7 63 മൈനസ് -1 into -1 എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 62 എന്ന് വരും. ഇനി ഡിറ്റർമിനന്റ് D3 അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്ത് വരും? എന്താണ് വരിക? ഡിറ്റർമിനന്റ് എങ്ങനെ 9 into അല്ലെ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് -1 into അല്ലെ എന്താണ് വരിക 9 into ഡിറ്റർമിനന്റ് 7 -3 -3 -1 into determinant -1 -3 2 3 plus 2 into determinant -1 7 2 -3 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, വെരിഫൈ ചെയ്യുക. 89 എന്ന് കിട്ടും. അപ്പൊ എന്താണ് D1 greater than 0 എന്ന് കിട്ടി, D2 greater than 0 എന്ന് കിട്ടി, D3 greater than 0 എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഗിവൺ ക്വാഡ്രാറ്റിക് ഫോം എന്താണ്? ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് എന്ന് കിട്ടി. കാരണം എല്ലാ പ്രിൻസിപ്പൽ മൈനേഴ്സും പോസിറ്റീവ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള 1-2 എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു മെട്രിക്സ് -2 1 -1 1 -3 -2 -1 -2 -5 ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ ചെയ്യാം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം എഴുതണം. എങ്ങനെ എഴുതാം? ഡയഗണലിൽ നോക്കും. ഇതിൽ എത്ര വേരിയബിൾ ഉണ്ടാവും? 3 വേരിയബിളുകൾ ഉണ്ടാവും. അപ്പോൾ -2 x1 സ്ക്വയർ -3 x2 സ്ക്വയർ -5 x3 സ്ക്വയർ എന്ന് വരും. പ്ലസ് അല്ലെ 1/2 അതിനെന്താ ഇവിടെ 2 ഫോം x1 x2 എന്ന് വരും. 1/2 x1 x2 പ്ലസ് ഇനി x1 x3 എന്ത് വരും? -1 -1 ആണ്. സോറി 1/2 അല്ല, രണ്ടും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ 1ഉം ഇവിടെ 1ഉം ആണ്. അപ്പൊ നമുക്കെന്ത് 2x1 x2 എന്നാണ് കിട്ടുക. ഇവിടെ -1ഉം ഇവിടെ -1 ആണ്. അപ്പൊ എന്ത് വരും? -2 x1 x3 എന്ന് വരും. ഇനി x2 x1 എന്ത് വരും? ഇത് x1 x2 x3 x1 x2 x3 എന്ന് വരും. ഡയഗണൽ കഴിഞ്ഞു. പിന്നെ x1 x2 വരുന്ന ടേമിൽ ഇവിടെയും 1 ആണ്. പിന്നെ x1 x3 വരുന്ന കേസിൽ ഇവിടെയും -1 ആണ്, ഇവിടെയും -1 ആണ്. ഇനി x2 x3 വരുന്ന കേസിൽ ഇവിടെ -2 ആണ്, ഇവിടെ -2 ആണ്. അപ്പൊ എന്ത് വരും? -4 x2 x3 എന്ന് വരും. ഇതാണ് കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഫോം വരിക. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് D1 കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് D2 കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് D3 കണ്ടുപിടിക്കണം. അതിന്റെ സൈൻ അനുസരിച്ച് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. D1 less than 0, D2 greater than 0 and D3 less than 0 ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ വെരിഫൈ ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ ഹെസ്സിയൻ മാട്രിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഹെസ്സിയൻ മാട്രിക്സ് എന്ന് പറയുന്നത്? നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയാം. ദ അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ മെട്രിക്സ് ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഹെസ്സിയൻ മാട്രിക്സ്. എന്താണ് ഹെസ്സിയൻ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ? ദി unconstrained optimization condition stated in terms of the matrix of second order derivative is called എന്താണ്? ഹെസ്സിയൻ മാട്രിക്സ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാവും y ഈക്വൽ ടു f ഓഫ് x1 x2 x3. y എന്ന് പറയുന്നത് എന്താണ്? x1 x2 x3യിലുള്ള ഒരു ഹെസ്സിയൻ ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണ് അതിന്റെ h എന്താണ് വരിക? h ഈക്വൽ ടു അല്ലെ, അല്ലെങ്കിൽ h ഈക്വൽ ടു ഹെസ്സിയൻ മാട്രിക്സ് h ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് എന്താണ് വരിക? ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ
ഡോ x1 സ്ക്വയർ. അതാണ് ഫസ്റ്റ് ടൈം വരും. അടുത്ത ടൈം എന്ത് വരും? ഡോ സ്ക്വയർ വൈ ബൈ ഡോ x2 ഡോ x1. അതുപോലെ ഡോ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡോ x3 ഡോ x1. ഇവിടെ എന്ത് വരും? ഡോ സ്ക്വയർ വൈ ബൈ ഡോ x1 ഡോ x2 ഡോ സ്ക്വയർ വൈ ബൈ ഡോ x2 സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ x2 x3. അതുപോലെ എന്ത് വരും? ഡോ സ്ക്വയർ വൈ ബൈ ഡോ x1 ഡോ x3 ഡോ സ്ക്വയർ വൈ ബൈ ഡോ x3 ഡോ x2 ഡോ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡോ x3 ഡോ സ്ക്വയർ x3 സോറി ഡോ x3 സ്ക്വയർ. ഇതാണ് ഇതിന്റെ എന്ത് പറയാ ഹെസിയൻ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്? ദിസ് ഇസ് ഈക്വൽ ടു y11 y12 y13 y21 y22 y23 y31 y32 y33 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. എന്താണ് y11 എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ x1 സ്ക്വയർ. എന്താണ് y12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ x2 ഡോ x1. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ ഹെസിയൻ മാട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വണ്ണിന്റെ റിലേറ്റീവ് മിനിമം മാക്സിമം നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? മിനിമം ആൻഡ് മാക്സിമം, റിലേറ്റീവ് മിനിമം ആൻഡ് റിലേറ്റീവ് മാക്സിമം. അത് എന്തിനെ ഈ ഒരു ഹെസിയൻ മാട്രിക്സിന്റെ പ്രിൻസിപ്പൽ മൈനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ നമ്മൾ നേരത്തെ കണ്ട പോലെ h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മൈനർ, അതായത് y11 എന്ന് പറയുന്ന സാധനം. അതുപോലെ h2 അതെന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു y11 y12 y21 y22 എന്ന് പറയുന്ന സാധനം. അതുപോലെ h3 അതെന്താണ്? ഡിറ്റർമിനന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള hന്റെ ഡിറ്റർമിനന്റ്. അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ റിലേറ്റീവ് മിനിമം ഉണ്ടോ റിലേറ്റീവ് മാക്സിമം ഉണ്ടോ എന്ന് പറയാം. അപ്പൊ h1 h2 h3 നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ h1 h2 h3 എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ഓൾ ആർ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? h എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറയും. h നമ്മൾ എന്ത് പറയും? നമ്മൾ ഓൾറെഡി പഠിച്ച സാധനം പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. അപ്പൊ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പറയും? എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? h1 h2 ആൻഡ് h3 ആർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? h is positive definite and satisfies the second order condition for minimum. മിനിമത്തിനുള്ള സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷൻ മിനിമം ആവാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മിനിമം മാക്സിമം ആവാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ഹെസിയൻ മാട്രിക്സ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ രീതിയിൽ ഓരോന്നിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവുകൾ കണ്ടിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ പ്രിൻസിപ്പൽ മൈനേഴ്സിന്റെ ഡിറ്റർമിനൻസ് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ആ ഒരു സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ്, മിനിമത്തിന്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇനി h1 എന്ന് പറയുന്നത് ഫസ്റ്റത്തത് ലെസ് ദാൻ 0, രണ്ടാമത്തത് ഗ്രേറ്റർ ദാൻ 0, മൂന്നാമത്തത് ലെസ് ദാൻ 0. ഇങ്ങനെയാണെങ്കിൽ അതെന്ത് പറയുന്നുണ്ട്? ഇത് നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും അല്ലെ? ആദ്യത്തത് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് മാക്സിമത്തിനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ മിനിമത്തിനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ മാക്സിമത്തിനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിമത്തിനുള്ള മാക്സിമത്തിനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ഒരു ഫംഗ്ഷൻ എന്നിട്ട് ഇത് മിനിമത്തിനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ മിനിമം ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഹെസിയൻ മാട്രിക്സ് കണ്ടുപിടിക്കുക, അതിന്റെ പ്രിൻസിപ്പൽ മൈനേഴ്സ് കണ്ടുപിടിക്കുക. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ മിനിമത്തിനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമത്തിനുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. y equal to -5x1 square plus 10x1 plus x1 x3 minus 2x2 square plus 4x2 plus 2x2 x3 minus 4x3 square.
ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് എന്താണ് നമ്മൾ കാണണം. ഇതിന്റെ ഹെസ്സിയൻ മാട്രിക്സ് കാണണം. എങ്ങനെ കാണാം? എന്താണ് y1 എന്ന് പറയുന്ന സാധനം? y1 ഈക്വൽ ടു ഡോ y ഡിവൈഡ് ബൈ ഡോ x1 ആണ്. അത് ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x1 എന്താണ് വരിക? അല്ലെ, ഇവിടെ ഒരു x1, ഈ ടേമിൽ x1 വരുന്നുണ്ട്. സോ 2 ഇൻറ്റു -5 എന്താണ് വരിക? -10 x1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -5 ഇൻറ്റു x1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x1. സോ -10 x1 എന്ന് വരും. പിന്നെ എവിടെ x1 വരുന്നത്? ഇവിടെ x1 വരുന്നുണ്ട് +10, കാരണം x1ന്റെ ഡെറിവേറ്റീവ് ആണ്. വേറെ എവിടെയെങ്കിലും ഇവിടെയും വരുന്നുണ്ട് അല്ലെ? ഇവിടെ എന്ത് വരും? +x3. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് വരിക. ഇനി y2 എന്താണ് വരിക? ഡോ y ഡിവൈഡ് ബൈ ഡോ x2 എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു x2 ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് എന്താണ് വരിക? എവിടെയൊക്കെയാണ് x2 വരുന്നത്? ഇവിടെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ വരും? -2 ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരാം? 2x2 എന്ന് വരും. സോ -4x2. പിന്നെ എവിടെ വരുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. 4x2ന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? +4. പിന്നെ എവിടെ x2 വരുന്നത്? ഇവിടെ വരുന്നുണ്ട് 2x2 x3. x2ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 2x3 എന്ന് വരും. +2x3. ഇനി y3 എന്താണ് വരിക? y3 ഡോ y ഡിവൈഡഡ് ബൈ ഡോ x3. ഇവിടെ ഒരു x1 വരുന്നുണ്ട് അല്ലെ? ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? x1 പ്ലസ് പിന്നെ എവിടെയാ വരുന്നത്? ഇവിടെ വരുന്നുണ്ട്. എന്ത് വരും? 2x2 എന്ന് വരും. പ്ലസ് 2x2 മൈനസ് 4x3 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു 2x3 എന്ന് വരും. ദാറ്റ് ഈസ് -8x3. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ്സ് വരുന്നത്. ഇനി അടുത്ത ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? y1 y2 y3. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ഹെസ്സിയൻ മാട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഡോ സ്ക്വയർ y ബൈ ഡോ x1 സ്ക്വയർ കാണാം, എല്ലാം കാണാം. അപ്പൊ ഇതിന്റെ അടുത്ത ടേമുകളൊക്കെ കാണാം. y12 അല്ലെങ്കിൽ y11 എന്താണ് വരിക? ഡോ സ്ക്വയർ y ബൈ ഡോ x1 സ്ക്വയർ എന്ന് വരും. എന്ത് വരും? എന്താണ് വരിക? വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റീവ് കാണാം. അപ്പൊ എന്ത് കിട്ടും? വീണ്ടും ഇത് വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? -10 എന്ന് കിട്ടും. -10. അതുപോലെ y12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ ഡോ x2 ഡോ x1 ഈക്വൽ ടു ഡോ x1 ഓൾറെഡി കാണും. ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് എന്ത് ചെയ്യുക? x2 ഡെറിവേറ്റീവ് കാണുക. അങ്ങനെ ഒരു ഡെറിവേറ്റീവ് ഇതിൽ x2 ഉണ്ടോ? ഈ ടേമിൽ x2 ഇല്ല. അപ്പൊ എന്താവും? 0 ആവും. അതുപോലെ y13 എന്ത് വരും? ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ ഡോ x3 ഡോ x1 എന്ന് വരും. അതായത് ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x3 ഡെറിവേറ്റീവ് കാണും. അപ്പൊ എന്താ വരിക? 1 എന്ന് കിട്ടും. ഇനി അതുപോലെ എന്ത് കാണണം? അടുത്തത് കാണാം. എന്താണ് ഇത്? y1 വിത്ത് റെസ്പെക്ട് ടു കണ്ടു, y1 വിത്ത് റെസ്പെക്ട് ടു x2 കണ്ടു, y1 വിത്ത് റെസ്പെക്ട് ടു x3 കണ്ടു. ഇനി ഡോ y2 ഇല്ല, ഇനി അടുത്തതിന്റെ നൊട്ടേഷൻ നമ്മൾ y21 ഈക്വൽ ടു എന്ത് വരും? ഡോ സ്ക്വയർ y ബൈ ഡോ x1 ഡോ x2. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡോ x2 കണ്ടിട്ട് ഇതിനെന്ത് ചെയ്യുക? വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x1 കാണുക. ഏതെങ്കിലും ഉണ്ടോ? ഇതിൽ x1ന്റെ ടേമുകളില്ല. അപ്പോൾ ഇതെന്താവും? 0 എന്ന് വരും. അതുപോലെ എന്താണ്? y22 ഈക്വൽ ടു എന്ത് വരും? ഡോ സ്ക്വയർ y ബൈ ഡോ x2 സ്ക്വയർ
ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് ടു ഓൾറെഡി കണ്ടിട്ടുണ്ട്. വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ടു ആണ്. എന്താണ് വരിക? -4 എന്ന് വരും. -4 എന്ന് വരും. അതുപോലെ y33 എന്താണ് വരിക? സോറി, y23 ഈക്വൽ ടു എന്ത് വരും? ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ x3 ഡോ x2 ഈക്വൽ ടു, അതായത് ഈ y2 നെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x3 കാണുക. ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും, ബാക്കി വരുന്നത് എന്താണ്? 2 എന്നാണ് വരിക. 2. ഇനി അടുത്തെന്താണ്? y3ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവുകളാണ്. y31 ഈക്വൽ ടു ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ x1 ഡോ x3 എന്ന് വരും. അതായത് ഇതിന് വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? 1 എന്ന് വരും അല്ലെ, കാരണം ഇവിടെ മാത്രമേ x1 ഉള്ളൂ. അതുപോലെ y32 ഈക്വൽ ടു ഡോ സ്ക്വയർ വൈ ബൈ ഡോ x2 ഡോ x3 എന്ന് വരും. അതായത് ഇതിന് വിത്ത് റെസ്പെക്ട് ടു x2 ഡെറിവേറ്റീവ് ആണ്. എന്ത് വേണം? ഇത് 0 ആണ്, ഇതും 0 ആണ്, 2 എന്ന് വരും. അതുപോലെ y33 ഈക്വൽ ടു എന്താണ്? ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ x3 സ്ക്വയർ. ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു x3 ആണ്. എന്താണ് വരിക? -8 ആണ് വരിക. അപ്പോൾ നമ്മുടെ ഹെസ്സിയൻ മെട്രിക്സ് എന്താണ് വരിക? h ഈക്വൽ ടു എന്ത് വരും? y11 എത്ര വരിക? -10, y12 0 1 0 -4 2 1 2 -8 എന്ന് വരും. ഇനി നിങ്ങൾക്ക് കാണാൻ അറിയാലോ. ഇനി എന്താണ് നോക്കേണ്ടത്? ഇതാണ് നമ്മുടെ ഹെസ്സിയൻ മെട്രിക്സ് വരിക. ഇനി ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കണം. എങ്ങനെയാ നോക്കുക? മോഡ് h1 നോക്കുക. മോഡ് h1 എത്രയാണ്? -10 ആണ്, <0 ആണ്. പിന്നെ h2 നോക്കുക. എന്താണ് h2 വരുന്നത്? മോഡ് -10 0 അല്ലെ, ഫസ്റ്റത്തെ 2/2 മെട്രിക്. -10 0 0 -4 0 -4 എന്ത് വരും? -10 into -4 40 എന്ന് വരും. -0 ഈക്വൽ ടു 40. അതെന്താണ്? >0 ആണ്. ഇനി h3 നോക്കുക. h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? h തന്നെയാണ്, ഡിറ്റർമിനന്റ് h തന്നെയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? മൊത്തം ഡിറ്റർമിനന്റ് നോക്കുക. എത്രയാ വരിക? -10 into ഡിറ്റർമിനന്റ് -4 to -2 -8 മൈനസ് സെക്കൻഡ് എലമെന്റ് 0 into ഏത് ഡിറ്റർമിനന്റ് ചെയ്ത് കഴിഞ്ഞാലും 0 തന്നെ വരിക, +1 into എന്ത് വരും? 0 -4 1 2 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു -10 into -4 into -8 എത്ര വരിക? -4 into -8 എത്രയാണ് വരിക? മൈനസും മൈനസും പ്ലസ് ആവും. 4 into 8 എന്ന് പറഞ്ഞാൽ 32. -2 into 2 എന്ന് പറഞ്ഞാൽ 4 വരും. പ്ലസ് 0 into 2 0 വരും. -1 into -4 -4 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു -10 into 32 -4 എത്ര വരിക? 28 plus 4 ഈക്വൽ ടു എന്ത് വരും? എത്രയാണ് വരിക? 2 -280 plus 4 എന്ന് വരും. അത് എത്ര വരും? -276 എന്ന് വരും. അത് <0 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ <0 കിട്ടി, >0 കിട്ടി, ഇതും <0 കിട്ടി. അപ്പൊ എന്താണ് ഈ ഹെസ്സിയൻ മെട്രിക്സ്? എന്താണ്? പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. കാരണം ഫസ്റ്റത്തെ നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്, പിന്നത്തെ നെഗറ്റീവ്. എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റും, ഫസ്റ്റത്തെ നെഗറ്റീവ്, പിന്നത്തെ പോസിറ്റീവ്, പിന്നത്തെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റും ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. അപ്പൊ ഏതിന്റെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മാക്സിമത്തിന്റെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ അത് എന്താണ്? മാക്സിമം ആണ് എന്ന് കിട്ടി. മാക്സിമൈസ് ചെയ്യും. അപ്പൊ എന്താണ്? ഈ ഫംഗ്ഷന്റെ സൊല്യൂഷൻ മാക്സിമൈസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാ x1 x2 x3 കിട്ടുക? അല്ലെ, x1 x2 x3 എത്രയാണെന്ന് നമുക്ക് അറിയണം. അത് എവിടുന്ന് കിട്ടും?
നമ്മുടെ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലാം സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ദിസ് ഈക്വൽ ടു 0, ദിസ് ഈക്വൽ ടു 0, ദിസ് ഈക്വൽ ടു 0. അപ്പൊ എന്താണ് നമുക്ക് 3 ഇക്വേഷൻ ഇൻ 3 അൺനോൺസ് കിട്ടും. ഇത് നിങ്ങൾ ഏതെങ്കിലും ക്രാമേഴ്സ് റൂളോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ച റൂളുകൾ ഉണ്ടല്ലോ ഏതെങ്കിലും വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 x3 കിട്ടും. അപ്പോൾ ബൈ ക്രാമേഴ്സ് റൂൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് x1 ഈക്വൽ ടു 1.04 സംതിങ് എന്ന് കിട്ടും, x2 ഈക്വൽ ടു 1.22 എന്ന് കിട്ടും, x3 ഈക്വൽ ടു 0.43 എന്ന് കിട്ടും. ക്രാമേഴ്സ് റൂൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ മിനിമം മാക്സിമം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക? ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഹെസ്സിയൻ മെട്രിക്സ് കാണുക. ആ ഹെസ്സിയൻ മെട്രിക്സ് ഉപയോഗിച്ച് അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക മിനിമൈസ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും. പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുക മാക്സിമൈസ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും. ഇനി ആ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് എവിടുന്ന് കിട്ടും? നിങ്ങൾ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന വാല്യൂസ് ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് അത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വേറെ മെത്തേഡുകൾ ഉണ്ടല്ലോ, അതായത് എക്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും 1-2 ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ.